സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ ചിന്തിക്കുന്ന ഒരാളുടെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അതിലൊരു കാര്യം അമേരിക്ക നേരിടുന്ന വലിയ സാമ്പത്തിക ബാധ്യതയാണ്. കഴിഞ്ഞൊരു 26 ദിവസം ഇതിനായിട്ട് 2.5 ലക്ഷം കോടി രൂപയിലധികമാണ് US ചെലവാക്കിയത് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിലാണ് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ആക്രമണം ആരംഭിക്കുന്നത്. അന്ന് ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ ഒരു സംഘർഷം 27-ാം ദിവസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ലക്ഷ്യം നേടുന്നതിന് മുമ്പ് USഉം ട്രംപും പിന്മാറാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? സംഘർഷം 3-ാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ ട്രംപിന്റെ മനംമാറ്റം വ്യക്തമായിരുന്നു. 48 മണിക്കൂറിനകം ഹോർമൂസ് കടൽപാത തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ആ സമയം കഴിയും മുന്നേ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. 5 ദിവസത്തേക്ക് ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് പറയുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ട്രംപിന്റെ ചില പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഹോർമൂസിൽ ഇറാന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാകാം. പകരം ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായെങ്കിലും പിൻവലിക്കാമെന്നാവും അമേരിക്കയുടെ വാഗ്ദാനം. എന്നാൽ തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിർദ്ദേശങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളി തങ്ങൾ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ യുദ്ധം നിർത്താമെന്ന നിലയിലാണ് ഇറാൻ. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം, ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുക, ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം അനുവദിക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് ഇസ്രായേലും അനുകൂലമായൊന്നുമല്ല പ്രതികരിച്ചിരുന്നത്. 5 ദിവസം ആണവ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിനു ശേഷം ഇസ്രായേൽ ഇറാനിലേക്കും ലെബനനിലേക്കും ആക്രമണം കനപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ആക്രമണം ഇനിയും മുന്നോട്ടു പോകാമെന്ന സൂചനയാണ് നൽകുന്നത്. ലോകത്ത് തന്നെ ട്രംപിന്റെ സ്വീകാര്യതയിൽ വൻ ഇടിവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത് എന്നാണ് അഭിപ്രായ സർവേകളടക്കം പറയുന്നത്. ഇറാനെതിരായ സംഘർഷവും അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യവും ട്രംപിനോടുള്ള അതൃപ്തി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ സ്വീകാര്യത കുറയുന്നുണ്ടെങ്കിലും ഡെമോക്രാറ്റുകൾക്ക് ഇത് അനുകൂല സാഹചര്യമായി മാറുന്നില്ലെന്നും സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് താല്പര്യമുണ്ട് എന്ന ട്രംപിന്റെ പ്രസ്താവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനനുകൂലമായി ഒരു തരത്തിലും ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു സംഘർഷം മൂലം പ്രതിസന്ധി നേരിടുന്ന മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദം എത്ര കാലം ഇറാന് അതിജീവിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും എത്ര നാൾ ഇനി ഈ സംഘർഷം നീണ്ടു നിൽക്കുക എന്ന് തീരുമാനിക്കപ്പെടുക. ഈ സംഘർഷം മൂലം പ്രതിസന്ധി നേരിടുന്ന മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദം എത്ര കാലം ഇറാന് അതിജീവിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഈ സംഘർഷം എത്ര കാലം നീണ്ടു നിൽക്കും എന്നത് തീരുമാനിക്കപ്പെടുക.